UN രക്ഷാസമിതിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച ഇന്ത്യ. പാക് സ്പോൺസേഡ് ഭീകരത പതിറ്റാണ്ടുകളായി ഇന്ത്യ അനുഭവിക്കുകയാണ്. മുംബൈ ഭീകരാക്രമണവും പഹൽഗാമുമെല്ലാം ഇതിനുള്ള തെളിവുകളാണ്. ഇന്ത്യയുടെ വികസനം തടയുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. Constrained to respond to the baseless allegations of the representative of Pakistan on a number of issues. Pakistan has repeatedly used a civilian cover to advance the cause of terrorism. We just recently saw senior government, police and military officials pay respects at the funeral of noted terrorists targeted by Operation Sindoor. A nation that makes no distinction between terrorists and civilians has no credentials to speak about protecting civilians. The international community must come together on zero tolerance for terrorism and calling out those who sponsor and defend it. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. വിനീത, പാകിസ്ഥാന്റെ യഥാർത്ഥ നിറം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരു സംഘം യാത്ര തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വേദികളിലും പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഭീകരതയെ പിന്തുണയ്ക്കുന്ന സമീപനത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ വേണമല്ലോ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെയും ഇന്ത്യയുടെ നിലപാടുകൾ ഇന്ന് സ്ഥാനപതി വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച വാദങ്ങൾ? ജി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എംപിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അവർ വിവിധ ലോകരാജ്യങ്ങൾ സന്ദർശിച്ച ഓപ്പറേഷൻ സിന്ധൂർ അവിടെ വിശദീകരിക്കുകയാണ്. ഒപ്പം തന്നെ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുകയാണ് ഈ എംപിമാർ ഉൾപ്പെടെ അടങ്ങുന്ന സംഘം. ഇന്ന് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ടീം അവർ US-ലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. മറ്റ് റഷ്യയിൽ ഉൾപ്പെടെ കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള ടീം വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ജി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ UN രക്ഷാസമിതിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ അതിശക്തമായി തന്നെ ആഞ്ഞടിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങളെ ഒന്നിക്കണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറയുന്നത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരാക്രമണങ്ങൾ പതിറ്റാണ്ടായി ഇന്ത്യ അനുഭവിക്കുകയാണെന്നാണ് UN രക്ഷാസമിതിയിൽ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇതിന് ഉദാഹരണമായി മുംബൈ ഭീകരാക്രമണം മുതൽ ഒപ്പം തന്നെ ഈ പെഹൽഗാം വരെ ഇതിന് തെളിവുകളാണെന്ന് ഇന്ത്യ UN രക്ഷാസമിതിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വികസനം ഒപ്പം തന്നെ ഇന്ത്യയുടെ മനോധൈര്യം എന്നിവ തകർക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും UN രക്ഷാസമിതിയിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആഗോള സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ പാകിസ്ഥാന് അർഹതയില്ല എന്നും UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഭീകരരെ സംരക്ഷിക്കുകയാണെന്നാണ് പറയുന്നത്. സാധാരണ ജനങ്ങളെയും ഭീകരരെയും പാകിസ്ഥാൻ ഒരേപോലെ കാണുന്നു. അങ്ങനെ ഇരുവരെക്കുമെതിരെ ഒരു വ്യത്യാസമില്ലാതെ സാധാരണ ജനങ്ങളെയും ഒപ്പം തന്നെ ഭീകരരെയും ഒരേപോലെ കാണുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സമിതിയിൽ ആ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ എങ്ങനെ പങ്കെടുക്കാൻ കഴിയും? അത് പാകിസ്ഥാന്റെ കപടതയാണ് വെളിവാക്കുന്നതെന്നും UN രക്ഷാസമിതിയിൽ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇക്കാര്യം ഉൾപ്പെടെയാണ് UN രക്ഷാസമിതിയിൽ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് പാകിസ്ഥാനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ മനഃപൂർവ്വമായിട്ട് ഷെല്ലാക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അവിടെയുള്ള വീടുകൾ തകർന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലകളിലേക്കടക്കം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UN രക്ഷാസമിതിയിൽ ഇന്ത്യ വിശദീകരിച്ചു. തീവ്രവാദികളെയും സാധാരണക്കാരെയും പാകിസ്ഥാൻ ഒരേപോലെയാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്നും UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി വ്യക്തമാക്കിയിരിക്കുകയാണ്.